ചിലപ്പോൾ ഒരു പക്ഷെ അത് നമ്മുടെ ജീവനെ തന്നെ ഭീഷണിയാവും. കാരണം നമുക്കറിയാം നല്ല വെയിറ്റ് ഉണ്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് കാലുണ്ടാവില്ല. കാരണം എല്ലാവരും പറയണൊരു കാര്യം നമ്മൾ സാധാരണ ചെയ്യണ പോലെയൊക്കെ ചെയ്യില്ല അമ്മേ. അതായത് ഉള്ളിപ്പോൾ നമ്മൾ എത്ര വിഷമം ഉണ്ടെങ്കിലും ഇത് അമ്മയുടെ കുട്ടികൾക്ക് ചിക്കനിൽ വേവിച്ച് തരാം കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ, ഞാൻ കാലത്ത് എന്താ പറയുക, നേരെ നന്നായി വെളുത്തോട് വരണുള്ളൂ കേട്ടോ. ആ സമയത്തിന് വേഗം ഇങ്ങോട്ട് പോന്നു. വേറെ ഒന്നല്ല, ഇന്ന് നമുക്ക് ചീരപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഈ പറമ്പിലാണ് ഇപ്പോൾ നിൽക്കണത്. ആ പറമ്പിലത്തേക്ക് ഞാൻ ഇന്നലെ ഫുള്ളായിട്ട് അരിഞ്ഞേ. അപ്പോൾ ഇതാ ഒരു 2 തണ്ട വേണ്ടോട്ടെ നമുക്ക്. ഒരു തണ്ടും കൂടി അരിയാം, തികയാണ്ട് വരണ്ട. അപ്പം ഇത് മതിയിട്ട് നമുക്ക്. ഞാൻ അവിടെ നമ്മുടെ ചുവപ്പ് ചീര ഒന്ന് തപ്പി പിടിച്ചാൽ കിട്ടും. പക്ഷെ ഇന്നലെ എല്ലാം അരിഞ്ഞുള്ളൂ. അപ്പോൾ വീണ്ടും അതിനെ കുഞ്ഞിതാക്കി അരിയണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇവിടേക്ക് തന്നെ വരാമെന്ന് വെച്ചത് രാവിലെ. ഈ നിത്യവഴുതനങ്ങ ഞാൻ ഇതാ കട മുറിച്ചു വിട്ടാ. അപ്പോൾ ഇത് വാട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കളഞ്ഞിട്ട് അടുത്തത് നമുക്ക് നടാൻ വേണ്ടിയിട്ട്. ഇനി മഴയൊക്കെയല്ലേ വരണേ. അപ്പോൾ പുതിയൊരു തയ്യാകുമ്പോൾ അവർ കുറച്ചും കൂടി ആ മഴക്കാലത്ത് ഒന്ന് അതിജീവിച്ച് നിന്നോളും. ഇങ്ങനെ കയറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പഴയത് കളഞ്ഞു വിട്ടാ. ഇനിയിപ്പോൾ ഇതാ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നേരെ വീണ്ടും ഇങ്ങനെ തന്നെ വരണേ ഈ പറമ്പിലേക്ക്. കാരണം നമ്മുടെ ഈ ചുവപ്പ് ചീര ഒക്കെ അരിയാറായി ഇതാ. അപ്പോൾ വന്നിട്ട് വീണ്ടും അരിയണം. അപ്പോൾ നമ്മൾ ചീരപ്പുട്ട് ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ഞാനിതാ ചീരയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീരപ്പുട്ട് ഞാൻ കുറേ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പമായിട്ട് ചീരപ്പുട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഈ അരിപ്പൊടിയിലുണ്ടല്ലോ വെള്ളയെ നനയ്ക്കില്ല. അതിന് പകരം ചീര മാത്രമാണ് അരിഞ്ഞിടുക. വെള്ളത്തിൻ്റെ ഒരു ഉപയോഗം നമ്മൾ പൊടിയിൽ ചെയ്യില്ല കേട്ടോ. പിന്നെ അമ്മ ഇവിടെ നമ്മൾ കടലക്കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് പുട്ടിലേക്ക്. അപ്പോൾ അതിലേക്കുള്ള മസാലയുടെ സാധനങ്ങളാണ് അമ്മ അവിടെ ഇരുന്ന് ശരിയാക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ജാറിലേക്ക്. ഇപ്പോൾ 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീരയുടെ ഇലയും തണ്ടും എല്ലാം അതും കൂടി നമ്മളിടും. അപ്പോൾ നമ്മളിതാ കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ജാറിലേക്ക് ചീര അരിഞ്ഞിട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലൊക്കെ ആയിട്ട് അരിഞ്ഞിടാട്ടാ. പിന്നെ നമ്മൾ ചീരയുടെ ഈ പൊടിയിൽ ഉപ്പൊക്കും ഇപ്പിടില്ല. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കുള്ളൂ. ഇതേപോലെ ചീര അരിഞ്ഞിട്ടിട്ട് നമ്മളിങ്ങനെ തന്നെ അടിച്ചെടുക്കും. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നോക്കിയേ, ഇതേപോലെയാണ് അടിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലാണ്, അതായത് ചീരയിൽ ഇട്ടിട്ടുള്ള വെള്ളം കൂടുതൽ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതായത് നമുക്ക് പുട്ടിനൊരു തരിയായിട്ടിരിക്കണമല്ലോ, ഒന്നുകൂടി അടിക്കാം. ഇപ്പം നോക്കിയേ, ഇപ്പം നമുക്ക് പാകമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം പൊടിക്കൊരു നനവുണ്ട്. കണ്ടോ, നല്ല പൊടി പൊടിയായിട്ടിരിക്കണേ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നോക്കിയേ, ഞാൻ അരിഞ്ഞു കൊണ്ടുവന്ന ചീര എല്ലാതും എടുത്തു കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല പൊക്കി പാകമാണത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നോക്കിയേ. കണ്ടോ, അപ്പോൾ ഇതിൽ തരി വെള്ളം ഒഴിച്ചിട്ടില്ല. ചീരയില മാത്രമാണ് നമ്മുടെ ഈ പൊടിയുടെ നനവിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനേ അമ്മയ്ക്ക് ഇതേപോലെ എന്താ പറയുക പൊടിയൊക്കെ നനച്ചു കൊടുത്തു. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെയൊക്കെ ചെയ്യില്ല അമ്മേ. അതായത് ഉള്ളി, ജീരകം, നാളികേരൊക്കെ കൂടി ഇനി പൊടിയിലൊക്കെ നമുക്ക് ചെയ്യണ പോലെ തന്നെ ചെയ്യാം. അതൊക്കെ ഇനിയിപ്പോൾ അമ്മയായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ അമ്മയ്ക്ക് നാളികേരം കൊണ്ട് ചെരി കൊടുക്കും. അതുകൊണ്ട് ചെരി വേണ്ട കേട്ടോ അമ്മേ. അപ്പോൾ ഇതാ നാളികേരം ചെരിക്ക് വേണമെന്നുണ്ട്. അപ്പോൾ നാളികേരം പൊടിയും ഒക്കെ കൂടി അമ്മേനെ ഏൽപ്പിച്ച് ഞാൻ പോവാണ്. കാരണം അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അമ്മയ്ക്ക്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. നാളികേരം പ്രത്യേകിച്ചും ചെരി കൊടുക്കും. ബാക്കിയുള്ള കാര്യമൊക്കെ അമ്മ അടുക്കളയിൽ നിന്നിട്ട് കറികളൊക്കെ വെക്കൂട്ടോ അമ്മ. അപ്പം ഞങ്ങൾ പറമ്പിൽ പോയിട്ട് വരുന്ന സമയം കണ്ട അമ്മ കടലക്കറി വെക്കുന്നുണ്ട് അമ്മ. അതൊക്കെ അമ്മ വെച്ചോളൂ. അപ്പം നമ്മളിപ്പോൾ ചീര അരിഞ്ഞു വന്നില്ലേ, അതിന് ബാക്കിയുള്ള ചീരയും അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. പൊട്ടിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണത്. ഞാൻ പോയിട്ട് വരാം കേട്ടോ അമ്മ. അമ്മയുള്ളതാണ് എനിക്ക് അങ്ങനെ കുറേ സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീര അരിയണേക്കാളും മുന്നേ നോക്കി നമ്മുടെ 10 അടി ചീര എന്ന് പറഞ്ഞിട്ട് ഞാൻ റീൽസ് ഇട്ടുണ്ടായിരുന്നു. ഇപ്പം ആള് 10 അടി അല്ലേ, ഇപ്പം ഇപ്പം എത്ര അടി ആയിട്ടോ, നല്ല ഹൈറ്റ് പോയിട്ടാ. ഇപ്പം കതിരൊക്കെ വന്നു. ഞാൻ അരിഞ്ഞെടുത്തില്ല, അരിയാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഇത് എന്താ പറയുക, പലർക്കും കാണണം എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ.
നമ്മുടെ പണിക്കുട്ടികളും ഒക്കെ. അപ്പം പിന്നെ അവർക്ക് കാണാൻ വേണ്ടി അങ്ങനെ നിർത്തിപ്പോയി. കണ്ടോ നല്ല അയ്യോ നമ്മുടെ ചീരയുടെ ആ കടയുടെ വണ്ണാണ്. എന്തൊരു വണ്ണാന്ന് നോക്കിയേ. കണ്ടോ അന്ന് ആ കാറ്റത്ത് വീണപ്പോൾ ഷായിട്ടെന്താ അന്ന് കൊള്ളിത്തറി കൊണ്ട് ഒരു എന്താ പറയുക കുഴിച്ചിട്ട് അതുമ്പോൾ ഒരു താങ്ങൊക്കെ എടുത്ത് കെട്ടിയിട്ടാണ് അങ്ങനെ നിൽക്കേണ്ട ആള്. അപ്പോൾ നമ്മുടെ ചീര അരിയട്ടെ. മഴയ്ക്ക് നന്നായിട്ട് പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചീരയ്ക്കും കുറയൂട്ടാ. ചീരയ്ക്ക് കേടുകൾ വന്നു തുടങ്ങും. പിന്നെ അങ്ങോട്ട് നന്നായി വളരൂല്ല. അങ്ങനെയുണ്ട്. ഞാനിത് അരിഞ്ഞ് കഴിയുമ്പോഴേ ഒരു ചുവപ്പ് ചീരയുടെ കട കാട്ടി തരാട്ടാ. എൻ്റെ അമ്മ എന്തൊരു വണ്ണമെന്നറിയോ കാട്ടിത്തരുന്നുണ്ട്. കഴിഞ്ഞു. ഞാൻ ആ ചീര കാട്ടിത്തരാം. പിന്നെ നമ്മുടെ ഈ ചുവപ്പ് ചീര കേട്ടോ ഒരുവിധമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതാ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടെന്നേ, ചീരയ്ക്ക് കതിര് വന്നിട്ടില്ല കേട്ടാ. ഇപ്പോഴും ഇനി അരിഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ എത്ര വട്ടം അരിഞ്ഞു നോക്കണേ കതിരേ വരുന്നില്ല. ഭയങ്കര കുറവ് കതിര് വരില്ലേ. ആണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചുവപ്പ് ചീര. ഭയങ്കര പ്രത്യേകതയുണ്ട് ഈ ചീരയ്ക്ക്. ദേ ഇപ്പം ഈ ഒരു ചീര ഞാൻ ആദ്യമായിട്ട് അരിയാൻ പോണേ. പക്ഷെ ഇതേപോലെ ആയിരുന്നു കേട്ടോ ഈ ഒരു ചീര. നോക്കി ഇതുമ്പോൾ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ എത്ര ചില്ലകളാ വന്ന പോണേന്ന് നോക്കിയാൽ കണ്ട എന്ത് ഭംഗിയാ നോക്കിയേ. കടയുടെ വണ്ണം ഞാൻ കാട്ടിത്തരാം. ഒരു മാങ്ങ ഇവിടെ കിടക്കുന്നേ കണ്ട. ഉള്ളൊക്കെ ഒന്ന് വലിച്ച് നീക്കട്ടെ. അപ്പം ശരിക്കും കാണാം. കണ്ടോ എന്തൊരു വണ്ണമെന്നറിയോ. ഇനിയിപ്പോൾ ഇതുമ്പെന്നായാലും ഞാൻ അരിഞ്ഞ് കാട്ടിത്തരാട്ടാ എത്ര ചില്ലകൾ കിട്ടും എന്നുള്ളത് നമുക്ക്. 1 2 3 4 5 ഇതൊക്കെ പിന്നെ ചെറുതന്നെ കിട്ടുള്ളൂ കേട്ടാ. 6 7 8 9 ഇതുകൊണ്ട് എടുക്കാം. അതെ 10 തണ്ട് ഞാൻ ഇതുമെന്ന് അരിഞ്ഞെടുത്തു. അപ്പം ഈ 10 തണ്ടുമെന്ന് വീണ്ടും പൊടിക്കാട്ടോ ചെയ്യുക. അങ്ങനെയാണ് ചില്ലകളുടെ എണ്ണം കൂടുക. എന്നിട്ട് കണ്ടോ കതിരൊന്നും വരാണ്ട് നിൽക്കുന്നുണ്ട. ആ ഒരു കൃത്യം ടൈമിൽ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചീരകൾക്ക് പെട്ടെന്ന് കതിരൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി അരിയാം. ഇതിനൊക്കെ ഭംഗി നോക്കിയേ. എന്താ എന്ത് ഭംഗിയാ. ഇതുമെന്ന് നമുക്ക് 2 ചില്ല കിട്ടും. അതും കൂടി അരിഞ്ഞെടുക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ ചീരയുടെ ഭംഗി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു കെട്ട് ഇപ്പം തന്നെ കെട്ടി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് പച്ചച്ചീരയും കുറച്ച് അരിയാനുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കണേ നിങ്ങൾക്ക് ചീര അരിഞ്ഞ് മതിയായില്ലേന്ന്. ചീര പക്ഷെ നമുക്ക് മടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഭക്ഷണത്തിൽ ചീരയിട്ട് ചീരയില്ലാത്തൊരു ദിവസം പോലും ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ പണിക്കുട്ടികളായാലും അല്ലെങ്കിൽ ബാക്കി പഠിത്തമുള്ളവരായാലും പറയും സ്മിത ചീര എത്ര ഉണ്ടെങ്കിലും ഞങ്ങൾ വിളിച്ച് വന്നോട്ടാ ഞങ്ങൾ വരാമെന്നുള്ളത്. ചീര ആർക്കും പഠിക്കണില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറമ്പിൽ നമ്മൾ പറയില്ല ഓരോ നട്ടിട്ട് ചീരത്തൈകൾ മുളയ്ക്കുമ്പോഴേ അവിടെ നിന്ന് വലുതായോട്ടെ നീക്കും. കാരണം നമുക്ക് ഒരു പണിയില്ല. അവരവിടെ നിന്ന് വലുതാവും. കണ്ടോ അങ്ങനെ വലുതായിട്ടുള്ള ചീരകളാണിതേ. ഇപ്പം ഇതും പിന്നെ ഈ നിൽക്കണ ഓരോ കടകളും ഇതൊക്കെ അങ്ങനെയാണ്. കാരണം നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ല. അപ്പോൾ മുറിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. അത് കിട്ടുമ്പോൾ നമുക്കതിലേറെ സന്തോഷം. അപ്പോൾ ഇത് കെട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഇതെല്ലാം തരിയട്ടെ. നമ്മുടെ ഇനി പച്ചച്ചീര നോക്കിയേ. ഇതൊരു കടയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? നോക്കിയേ കണ്ട ഒരു കടയാണ് കേട്ടോ ഈ ഒരു ചീര. ദേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഓരോ കൃത്യ ടൈമിലൊക്കെ നമ്മൾ ചീര അരിയുകയാണെങ്കിൽ അങ്ങനെ ആയോണ്ടേയിരിക്കും. എഡിറ്റ് ചെയ്യാണ്ട് വിടാട്ടെ ഞാൻ ഈ ചീര അരിയണത്.
എനിക്ക് കണ്ട ഇനി അത് വീണ്ടും ഇങ്ങനെ വട്ടച്ച് പൊടിക്കും. അതേപോലെ കൊണ്ടുവരാൻ ഒരു ചീരയും കൂടി ആയിട്ടതേ ഇത്. കുറച്ചും കൂടി ഉണ്ട് അരിയാനായിട്ട്. ചീര അരിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ഇഷ്ടം. കാരണം അത് ഭയങ്കര രസമാണ്. അത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വയ്ക്കുമ്പോൾ. ഇപ്പം ഇത് മതി. അപ്പോൾ ഇതാ എത്രയും ചീര അരിഞ്ഞു. ഇനി നോക്കി അരിയാനുണ്ട്. പക്ഷെ ഞാൻ അരിയണില്ല. കാരണം ഇന്ന് മാമൻ്റെ മോള് വരും. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ചീര അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അവളെന്നെ അത് മുഴുവൻ കൊണ്ടുപോയിക്കോളും. അവൾ പറയണേ അവളെൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതേപോലെ കൂടുതൽ കൊണ്ടുപോകുമ്പോൾ അവൾ പറയണത് അവളെ അതിലൊക്കെ നുള്ളി ഓരോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു കേടും വരുന്നില്ല എന്ന് പറയണേ. പിന്നെ ഇപ്പോൾ അവൾക്ക് ഇത് ആ കൊള്ളി കൂടി കൊടുത്തു വരണം. അപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ട് നമുക്ക് ഈ കൊള്ളി പറിക്കാം. കെട്ടി വയ്ക്കട്ടെ എന്നിട്ടാവാ. മൂന്ന് കെട്ടാക്കി വെച്ചു കൂട്ടാ ചീരേനെ. അതായത് പച്ചച്ചീരേനെ. ഇനി നമ്മുടെ കൊള്ളി പറിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ തന്നെയല്ലേ നമ്മൾ കൊള്ളിക്ക് മണ്ണുണ്ടാക്കി കാട്ടിയെന്ന കൊള്ളി നടേണ്ട കാര്യങ്ങളൊക്കെ ഇതേ കണ്ടോ. കൊള്ളി കണ്ടോ പുറത്തേക്ക് കാണാം നമുക്ക്. വേണ്ട. പിന്നെ നമ്മളെ കഴിഞ്ഞ വട്ടം നട്ട കൊള്ളി പൊടിക്കുകയും ചെയ്തു കൂട്ടാ. അപ്പം ഇത് വെട്ടട്ടെ. നല്ല കണ്ണുള്ള തറിയാ. ഇങ്ങനെ തന്നെ നമ്മുടെ മതിലുമ്മ കുത്തിച്ചരി വയ്ക്കട്ടെ. ഞാൻ ഇതിൻ്റെ തലേന്ന് വെട്ടികളെ നോക്കിയില്ല കേട്ടോ. ഒറ്റയടിക്ക് വെട്ടി. മഴയ്ക്കും പെയ്യണേ പറ്റാ ഞാൻ വെട്ടുവത്തിന് കേട്ട അല്ല കൈക്കോട്ട് കേട്ട അല്ലെങ്കിൽ ഷായട്ടിനെ തന്നെ വിളിക്കും. പേലിക്കുട്ടി നമുക്കിത് പറിക്കാട്ടാ. അയ്യോ പാവ പേലിക്കുട്ടി ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. ഇത് എന്തിട്ട് തന്നെ കിടന്ന് ചീടേന്ന് തോന്നിയ പേലിക്കുട്ടിക്ക്. ഈ കൊള്ളിത്തറി പറിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നു. അവള് ചോദിച്ചത് എന്നോട്. പറ്റുടി പേളിക്കുട്ടിയെ വാ. എവിടെയോ പൊട്ടിണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോ മണ്ണിങ്ങനെ ഉറുമ്പുണ്ട് കേട്ടോ. ഉറുമ്പ് കടിക്കണ സൈസ് ഉറുമ്പ് കാണാണ്ട്. പേളിക്കുട്ടി കണ്ടോ ഞാൻ പറിച്ചു. നല്ല കൊള്ളി, നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. കണ്ടോ എന്തൊരു സൂപ്പർ കൊള്ളിയാ നോക്കിയേ. കണ്ടോ നല്ല കൊള്ളി. നമ്മുടെ ഇപ്പം നോക്കിയേ നമ്മൾ വെറുതെ കണ്ടോ മോളിന്നല്ല നമ്മളിത് പറിച്ചത് കണ്ടോ. അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വണ്ണമുള്ള കൊള്ളി. അത് കൊള്ളി പറിക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ ചേനപ്പൂവും കൂടി മുറിക്കാം. അർബാനും കൊണ്ട് വന്നാൽ മതി. എപ്പോഴായാലും ഇപ്പം അർബാനെ കൈ പിടിക്കാനായിട്ട് എപ്പോഴും മറക്കുക. കൊള്ളി എന്തായാലും ഞാൻ ഷായട്ടിനെ കൊണ്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. ഷായട്ടിനാണെങ്കിൽ വണ്ടിമേ വന്നിക്കണത്. വണ്ടി പൈസ കൊണ്ടുവന്നോളും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് കൊള്ളി പറിക്കണം എന്നുള്ളത്. കഴിഞ്ഞ വട്ടമൊക്കെ ഫുള്ള് ഷായട്ടിനല്ലേ പറിച്ചേ. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ 2 ദിവസമൊക്കെ ഒന്നും കൂടി മഴ കിട്ടിയിട്ടുണ്ട്. ഈ മണ്ണൊക്കെ നന്നായിട്ട് ഇളകി കിടക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് പറിക്കാൻ ശ്രമിച്ചു നോക്കിയത്. പക്ഷെ അത് പറഞ്ഞു. ഇനി നമ്മൾ ചേനപ്പൂരി ഓരോ സാധനങ്ങളെ നമ്മൾ എടുത്തോടെ തന്നെ അപ്പം വെച്ചില്ലെങ്കിൽ നോക്കിയാൽ ഞാൻ കിട്ടില്ല.
ഇപ്പം ഈ മാവിൻ്റെ കടക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഒക്കെ കൊണ്ടുവരുന്ന സ്ഥലം എവിടെയാ? ഇതാ നമ്മുടെ ചേനപ്പൂവ്, നമ്മുടെ വീട്ടിലത്തെ എന്താ പറയുക, വീട്ടിലത്തെ പറമ്പിലത്തെ ചേനപ്പൂവ് കാട്ടിയതാട്ടാ. ഇത് നല്ല നല്ല വലിപ്പ. ഇത് ചെറുതല്ലേ. നമ്മുടെ ഇപ്പൊ എപ്പോഴും നോക്കി പോണത് ആരെയാണെന്നറിയോ? നമ്മുടെ പാഷൻ ഫ്രൂട്ടിനെയാണ്. കാരണം പഴുക്കുണ്ടോന്നാണ് നോക്കണത്. നിറച്ച് പൂവായിട്ട് വരുന്നത്. എന്തോരം പൂവുണ്ടാവണേ. കായ് ശരിക്കും ഇതാ ഒരു 2-3 കായ ആയിട്ടുള്ളൂ. പക്ഷെ ഇനി ഉണ്ടാവണത് ഒരുമിച്ചായിരിക്കും. കുറേ കായകൾ ഒരുമിച്ച് പൊട്ടിക്കാൻ കിട്ടും നമുക്ക്. അപ്പം എനിക്കിത് ഏത് കളറെന്ന് അറിയാനാ, മഞ്ഞാണോ റെഡാണോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. നമ്മളിവിടെ 2 നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ അബിയു. മറന്നു പോയി തന്നെ. അബിയു പൊട്ടിക്കാറായിട്ടുണ്ടാവും. കാരണം പഴുത്തുനിന്ന് മഞ്ഞ കളർ കയറിയിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും പൊട്ടിക്കാട്ടാ. പേലിക്കുട്ടി അബിയും കൂടി പഴുത്തുണ്ടോ നോക്കട്ടെ കേട്ടാ. അബിയു ഇല്ല, ഒരു ദിവസം കൂടി ഒക്കെ നിൽക്കും തോന്നുന്നു. 2 ദിവസം കൂടി, ഇത്തിരി കൂടി ആവാൻ തോന്നുന്നു. എന്തായാലും നമ്മൾ പൊട്ടിക്കുമ്പോൾ കാട്ടിച്ച് തരാട്ടാ. ഇപ്പോഴും നമുക്ക് കമൻറ്റ് വന്നു അബിയു എങ്ങനെയാണ് ഉള്ളു എന്നുള്ളത്, അതിൻ്റെ ഉൾവശം. അപ്പം എന്തായാലും പൊട്ടിക്കുമ്പോൾ നമ്മൾ എന്തായാലും കാണിച്ചു തരണ്ടേ. ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോവാം എല്ലാതും എടുത്ത്. അപ്പം ഞാൻ നമ്മുടെ ചീരക്കും കൊണ്ട് ഞാൻ പോവാട്ടാ. ഷായിട്ട് വരുമ്പോഴേ കൊണ്ടുവന്നോളൂ നമ്മുടെ കൊള്ളീനെ. അപ്പോൾ നമുക്ക് പോവാട്ടാ. കൊള്ളി പിന്നെ ഷായിട്ട് വന്നെടുത്തോളൂ കേട്ടാ. ഷായേട്ട കൊള്ളി കൊണ്ടുപോയിട്ട് സ്കൂട്ടറുമേ. ഞാനേ ഷായേട്ടനെ കൊള്ളി ഷായേട്ട കൊള്ളി കൊണ്ടുവരുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേഗത്തെ ചീരയ്ക്ക് ഇവിടെ കൊണ്ടുവച്ചു. പട്ടാലോ നോക്കിയമ്മേ, ഷായേട്ട കൊള്ളി കൊണ്ടുവന്നു കണ്ട. അച്ഛോ, എന്റെ മോന്റെ നിൽപ്പ് നോക്കിയ സങ്കടം പറയാനായിട്ട് ഞങ്ങള് പറമ്പേ പോയിട്ട് വരുമ്പോ ആര് പൊന്നെ അച്ഛോ നോക്ക്, നിൽപ്പ് നോക്ക്. അതെത്തി എത്തി 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 സങ്കടം പറയണേട്ടാ അമ്മേ. ഇത് വരുന്നേട്ടാ. അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നുട്ടാ. ഇന്നിപ്പോഴേ നമ്മൾ പറമ്പിൽ നിന്ന് വരുമ്പോഴേക്കും ചിക്കൻ കറി പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ അത് റെഡിയാക്കി വെച്ചു. പിന്നെ കടല, പഴം. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉച്ചയിലേക്ക് ആകപ്പാടെ ചേനപ്പൂവോടുള്ളൊരു തോരൻ ഉണ്ടാക്കണം വെച്ചോളെ ഞങ്ങൾ. അത് മാത്രമേ ഉള്ളൂ ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ പണി എന്ന് പറയാനായിട്ട്. ഞാൻ കഴിക്കാൻ ഫുഡാടാ. ചീരപ്പുട്ട് നല്ല രസമല്ലേ അമ്മയ്ക്ക്. പിന്നെ ഇവിടെ വരുമ്പോ ചീരപ്പുട്ട്, ചീരദോശ എന്നിട്ടുകളൊക്കെ ഒന്ന് ആക്കിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും. കുത്തൊന്നുമില്ല, ശരിക്കും ഒന്നുമില്ല. നല്ല രസാ. ഞാനേ അമ്മ കുളിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. തലയിലെ എണ്ണയൊക്കെ പരട്ടി കുളിക്കാൻ നിൽക്കായിരുന്നു. അപ്പം ഞാൻ പിടിച്ചു വലിച്ച് അമ്മേലും കൂടി കൊണ്ടു. വേറെ ഒന്നല്ല കേട്ടാ, ഞാൻ ആ ചേനപ്പൂ കാണിക്കാനേ. കാരണം അത്രയും വലിപ്പമുള്ള ചേനപ്പൂവാ. പിന്നെ നമ്മുടെ പേളിക്കുട്ടി നോക്കിയേ, അവളെ മണ്ണ് മാന്തി അതിലൊക്കെ ഇടുന്നു. നോക്കിയാ കയ്യുമ്പൊക്കെ അഴുക്കാക്കി പേളിക്കുട്ടി. ഞകത്ത് കയറണമെങ്കിൽ കയ്യും കാലും കഴുകണ്ടേ. അപ്പം അങ്ങനെ. പിന്നെ നോക്കി ഈ ഒരു ചാലില്ലേ, ഇതില്ലേ അമ്മേ, അമ്മോട് കൂടി പറയാം. അപ്പം അതായത് ഷായിട്ടിപ്പോൾ കോരിയതമ്മേ. കാരണം ഒന്നാമത് മഴ വരുമ്പോൾ നമുക്ക്
വെള്ളം കുറച്ച് ഒരു തട കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല ഒത്തിരി വേസ്റ്റ് വരുന്നുണ്ട്, പട്ടിയും അതും ഇതൊക്കെ ആയിട്ട്. അപ്പം ഇതെല്ലാം അതിന് ഈ ചാല കൊണ്ടിട്ടാലേ അത് തൂർന്ന് കിട്ടും ചെയ്യലോ. അപ്പം ഞാൻ നോക്കിയമ്മ ചേനപ്പൂവ്, ഈ ഒരു ചേനപ്പൂ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ ഞാൻ വിളിച്ചോടുന്നത്. കാരണം അമ്മ ചേനപ്പൂ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത്ര വലിപ്പമുള്ള ചേനപ്പൂ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ലല്ലോ, ഇല്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഉണ്ടായിട്ട് ആ റീൽസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടോ നല്ല വലുപ്പമുള്ള ചേനപ്പൂ കേട്ടാ. ഇതൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിലേ എത്ര പേർക്ക് സുന്ദരമായിട്ട് കഴിക്കാമെന്നറിയോ, ഇത്ര വലുപ്പമുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. ഈ ചേനപ്പൂവിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര കാശും പണം ഉണ്ടെങ്കിലും ഒന്നും ഇത് കിട്ടണമെന്നില്ല. അയ്യോ എനിക്ക് ഇന്ന് ചേനപ്പൂ തിന്നണമെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയിട്ട് കടയിൽ പോയാലും ഇത് മേടിക്കാനും കിട്ടില്ല അല്ലേ. ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടാ. നമ്മുടെ പറമ്പിൽ നമുക്കാണെങ്കിൽ എല്ലാ വർഷം ഉണ്ടായി കിട്ടും ചെയ്യും. നോക്കിയേ, കഴിഞ്ഞ വട്ടം ചേനപ്പൂ വെച്ചപ്പോൾ ഞാൻ കറി വയ്ക്കുന്നതും ഇതിൻ്റെ ഓരോ എതിറുകളും അങ്ങനെ അടർത്തി വയ്ക്കും കാട്ടി തന്നില്ലേ. എന്ത് വലിപ്പമേ, നോക്കിയേ, പിടിച്ചു നോക്കിയേ, കണ്ടാ നല്ല ചേനപ്പൂ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കറി എന്ന് പറയുന്നത് ഈ ചേനപ്പൂ വയ്ക്കാം. അപ്പോൾ എന്തായാലും അമ്മേനെ ഇറക്കിയില്ലേ, അപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ റംബൂട്ടാൻ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊക്കെ പൊട്ടിച്ച് തിന്നിട്ട് അപ്പം അതൊക്കെ കറങ്ങി അമ്മയുടെ കൂലിൽ നേരം വൈകും, സാരില്ല. വാ നോക്കി നടന്നമ്മ. റംബൂട്ടാൻ പൊട്ടിച്ച് നമുക്ക് ഷായേട്ടനെ വിളിക്കാം. അമ്മയും ഷായേട്ടനും ഇതാ നമ്മുടെ റംബൂട്ടാൻ്റെ കടക്കിലേക്ക് ഇറങ്ങിയിട്ടാ. അപ്പം ഞാൻ ക്യാമറ മേടിച്ച് പിടിച്ചു. ഇന്ന് മോനില്ലേ പിടിച്ചു തരാൻ. അപ്പം ഞാനും ഷായേട്ടന് മാറിയാട്ടാ പിടിക്കണേ. അപ്പോൾ റംബൂട്ടാനേ നന്നായിട്ടുണ്ട് നമുക്കിതുമേ. അപ്പോൾ ഇതാ ഇവിടെ പഴുത്ത് നിൽക്കണ റംബൂട്ടാനാണ് ഇപ്പോൾ ഷായേട്ടൻ പൊട്ടിക്കാൻ പോയിട്ടുള്ളത്. ഈ റംബൂട്ടാനെ ഞങ്ങൾക്കൊരു അബ്ദം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്കാണ് അബ്ദം പറ്റിയ ഇവിടെ റംബൂട്ടാൻ അബ്ദം പറ്റിയെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ ഈ കളറ്. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, അമ്മയ്ക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞിട്ട് മഞ്ഞായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ ഇത് റെഡായി നോക്കണു. ചാടി പൊട്ടിക്കണ്ടോ തുടങ്ങിയില്ല ചേട്ടാ. പക്ഷേ ഒരു കണ്ടോ നോക്കിയേ, കണ്ടോ വലിപ്പം കാട്ടിയരാട്ടാ റംബൂട്ടാൻ്റെ വലിപ്പം. അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ. നിൽക്കട്ടാ, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കണ്ടാ നല്ല വലിപ്പമുള്ള. പക്ഷേ ഷൈൻ്റെ കൈ വയ്ക്കും, ഷൈട്ടാ ബാറ്റിൽ വയ്ക്കുക, അപ്പോൾ നമുക്ക് നീളം അറിയുള്ളൂ റംബൂട്ടാൻ്റെ നീളം. കണ്ടോ നമ്മുടെ ഒരു ഷൈൻ്റെ ബാറ്റിലിൻ്റെ അത്രയും നീളമുണ്ട്. അത്രയും വലിപ്പമുള്ള റംബൂട്ടാനാണ് നമ്മുടെ വലിയ റംബൂട്ടാനിലത്തെ പോലത്തെ റംബൂട്ടാനുണ്ട്. പക്ഷെ മഞ്ഞ പോയിട്ട് റെഡായിന്ന് മാത്രം. അവകാശമായിട്ട് പൊട്ടിക്കുന്നുണ്ട് പഴുത്തതൊക്കെ നോക്കിയിട്ട്. താഴത്ത് തന്നെ വീണൂലമ്മേ. താഴെ കണ്ടോ എന്തോരം കൊഴിയണേന്ന്. ഇപ്പം ഇത്തിരി കൊഴിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. പൊട്ടിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇത്തിരി കൂടി ആവും. പക്ഷെ ഇപ്പം പൊട്ടിച്ചെടുക്കാൻ എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അല്ലേ. പഴുത്ത് പൊട്ടിക്കാം. കാരണം നമ്മൾ എന്താ പറയുക, ഇപ്പം നോക്കിയാൽ ഷൈഡ് ഒരെണ്ണം ഷൈഡിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിയാൽ വലിപ്പം കണ്ട കൈപ്പത്തിരി ഫുള്ള് അത്രയും വലിപ്പമുള്ള നമ്മുടെ റംബൂട്ടാനാട്ടാ. ഞാൻ പിടിക്കണം ഷൈഡാ. ഷൈഡും കഴിക്ക്. പക്ഷെ അത് ചൂട് പഴുക്കണല്ലോ ഷൈഡാ. അല്ലെങ്കിൽ കൊണ്ടുപോകും നമ്മള് വെറുതെ. ഞാൻ കാട്ടിച്ചു. അണ്ണൻ പോണ്ട് സുഖമായിട്ട്. നമ്മുടെ ഈ റംബൂട്ടാനല്ല, അവിടുത്തെ റംബൂട്ടാൻ്റെ അടിയിൽ ഞാൻ കാട്ടി കൊടുക്കട്ടെ കേട്ടാ. അവിടെയാണ് കൂടുതൽ. അങ്ങോട്ട് പോ ഷൈട്ടാ, വയ്യമ്മ. ഇത് നമ്മുടെ പീനട്ട് കേട്ടാ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പീനട്ടിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ട്. നന്നായി പഴുത്തത് നോക്കിയാൽ മതി. ഇത് നന്നായി പഴുത്തിട്ടുണ്ട്. ഇത് പഴുത്തുണ്ട്. പക്ഷെ എനിക്ക് എന്താണ് അവ പീനട്ടിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലതാണെന്ന് പറയണ കഴിച്ചു കഴിഞ്ഞാൽ. അത്രയും വിറ്റാമിൻസ് ഉള്ളതാണെന്ന് പറയണത്. നമ്മുടെ പച്ചക്കപ്പലണ്ടിയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും. എനിക്ക് പച്ചക്കപ്പലണ്ടി ഞാൻ തിന്നണതാണ്. പക്ഷെ എനിക്ക് എന്തോ ഇത് പിടിക്കണില്ല. നോക്കിയാൽ നമ്മുടെ റംബൂട്ടെ ആദ്യമേ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നെറ്റിടാൻ പറ്റാണ്ടേ. അമ്മ നോക്കിയിടുന്നു. ഇതാ എത്രയും താഴ്ത്തായിട്ട് നിൽക്കണേ. കണ്ടാ അടിയിലേക്കൊക്കെ ആയിട്ട്
ഇത് നല്ല ഞാൻ മുന്നേ അവിടത്തെ കാട്ടി വന്നില്ലേ നല്ല വലിപ്പുള്ള റംബുട്ടാൻ തന്നെയാണ്. ഈ റംബുട്ടാൻ്റെ പോലത്തെ റംബുട്ടാൻ തന്നെ നമ്മളിപ്പോൾ പൊട്ടിച്ചത്. നല്ല വലിപ്പുള്ള കായാണ്, നിറച്ചുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടം എന്നിട്ടാന്നറിയോ, റംബുട്ടാൻ്റെ താഴത്തേക്ക് നോക്കിയാ അതെ ഇതിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അമ്മ മുന്തിരി കണ്ടില്ലല്ലോ അമ്മ, ഇതേട്ടാ മുന്തിരി കണ്ടാ 8 കൊല ഉണ്ടായിട്ടുണ്ട് അമ്മ. പച്ചല്ല പഴുത്ത് വരുമ്പോ കറുപ്പ 8 കൊല ഉണ്ടായിട്ടുണ്ട്. ദേ കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്തിരീനെ. വെയിറ്റ് കൊണ്ടാട്ടാ കൊമ്പ് ഇങ്ങനെ അടിയിലേക്ക് ചാഞ്ഞ് തുടങ്ങിയ കാരണം നമുക്കിപ്പോൾ തൊടാനൊക്കെ പറ്റി തുടങ്ങിയത്. ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാ കവർ ഇടാനും കൂടി പറ്റില്ലല്ലോ വന്ന്, പക്ഷെ ഇത് പറ്റും. അപ്പം അങ്ങനെ. പക്ഷേ സങ്കടം ഞാൻ പറഞ്ഞില്ലേ, റംബുട്ടാൻ്റെ അടിയിലേക്ക് നോക്കിയാലേ നമുക്ക് സങ്കടം വരും. ഓരോ ദിവസം ഞാൻ അടിച്ച് വാരിയിട്ടേ ഇതിലേക്ക് ഇടും. നോക്കിയേ, അത്ര സങ്കടം കൊണ്ടാണ് ഇതിലേക്ക് അടിച്ച് വാരിയിടുക. ഈ ഓരോ ദിവസം അടിച്ച് വാരിയിട്ടിട്ടാണ് ഈ കണ്ട ഇതൊക്കെ. ഇന്നലെ വരെ ഞാൻ അടിച്ച സ്ഥലമായിരുന്നു, ഇന്നൊരു ദിവസമായപ്പോഴേക്ക് നോക്കിയേ അതെന്താണെന്ന് അറിയില്ലതാ. കണ്ടോ, അവരെ അണ്ണാമാരെ വെറുതെ കടിച്ച് തുപ്പിടുക. പിന്നെ നോക്കിയേ ദേ കണ്ടോ, ഈ കാണുന്ന കുരുക്കളൊക്കെ അവർ തിന്നത്. അതെ ഇതൊക്കെ പുതിയ പുതിയ കുരുക്കളതെ, ഇതൊക്കെ ഇങ്ങനെ കടിച്ച് അവർക്കറിയാം. അവർ സുഖമായിട്ട് തിന്നണോണ്ടല്ല, അവർ 2 എണ്ണം തിന്നുമ്പോൾ 4 എണ്ണം അടിയിലേക്ക് കൊഴിയും. അപ്പോളേ ശരിക്കും സങ്കടാ. അങ്ങനെ നെറ്റിടാനും പറ്റില്ലല്ലോ, എന്തോരം നാശമായി പോണെന്നറിയോ ഓരോ ദിവസവും. റംബുട്ടാൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. അങ്ങനെ പേളിക്കുട്ടി കൊണ്ട് എന്ത് ചെയ്യാനാ, പേളിക്കുട്ടിയൊക്കെ ഇതിനുള്ളിൽ കിടന്ന് നടന്നാലും അണ്ണാമാർക്ക് അതൊരു ഒരു പേടിയല്ല, അവരങ്ങനെ തിന്നോണ്ടിരിക്കും. അപ്പം ഇനി ഇതൊക്കെ കറി വയ്ക്കലാണ് അടുത്ത പരിപാടി. ഇന്ന് ഞങ്ങൾക്ക് ഈ പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴേ നമ്മളൊരു സന്തോഷത്തിലേ അല്ല ഇറങ്ങണേ. കാരണം എന്താണെങ്കിൽ നമുക്കിവിടെ ഒരു മത്ത ഇങ്ങനെ പടർന്ന് പോയി. 2-3 മത്തയുണ്ട്, അതിങ്ങനെ പടർന്ന് ഈ അറ്റം തൊട്ട് അറ്റം വരെ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മത്തേമേണെങ്കിലോ കായ ഉണ്ടാവണമുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവും. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ പറമ്പിലെ പാമ്പുകളുടെ ശല്യമൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് കാലുണ്ടാവില്ല. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമുക്ക്, നിങ്ങളത് ശ്രദ്ധിച്ചോളൂ, ഇതേപോലെ കാടാക്കി ഇടരുതെന്ന്. അപ്പോൾ ഈ മത്തേമ്മ നന്നായി കായുണ്ട് അവിടെ കാരണേ നമുക്ക് കളയാനും തോന്നില്ല, അതങ്ങനെ ഇട്ടത്. പക്ഷേ ഇപ്പം നമ്മൾ എത്ര വിഷമം ഉണ്ടെങ്കിലും സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. അതേപോലെ മത്തങ്ങ നമുക്കറിയാമല്ലോ, നമ്മൾ മത്തങ്ങയ്ക്ക് പൊട്ടിക്കിടുന്നില്ല ശേഷമായിട്ടാ വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ട്. അത്രയധികം മത്തങ്ങയല്ലേ നമുക്ക് ഉണ്ടാവാറ്. നിലത്തലൊക്കെ എടുക്കുന്നത് അത് കാരണം ഒന്നും ചെയ്യാണ്ടിട്ടൂടെ, പക്ഷെ ഇവിടെ ചില അനക്കങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് വൃത്തിയാക്കാൻ പോവാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൊട്ട് അവിടെ വരെ ഉണ്ടെന്ന്. അപ്പോൾ ഷായിട്ട് ഒരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കും, ഞാനൊരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് മത്തങ്ങ കിട്ടും ചെയ്യും, എന്തായാലും കിട്ടും. കാരണം നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഈ മത്തങ്ങ നമ്മുടെ കഴിഞ്ഞ വേനലില്ലേ ഒരു മത്തങ്ങ ഉണ്ടായിരുന്നു, അതെന്ന് വെച്ചാൽ 50 മത്തങ്ങയ്ക്ക് നമ്മൾ പൊട്ടിച്ചോണ്ട് അതേപോലത്തെ ഒരു മത്തത്തൈയായിട്ട് പുഴ തോന്നിയ കാരണം അങ്ങനെ നിർത്തിയ. പക്ഷെ അതേ പേടിയാവും അതിനുള്ളിൽ കിടക്കാൻ. കാരണം ഈ മത്തം നിൽക്കണ കാരണം പുല്ല് വലിക്കാനും പറ്റണില്ല, ഒന്നും പറ്റണില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നോക്കിയേ നമ്മുടെ 2 പപ്പയുടെ കാര്യമല്ല ഷേട്ടാ. നോക്കിയേ 2 പപ്പ പോയി നമ്മുടെ. അതെ അവിടെ ഒരു മത്തങ്ങ ഉണ്ട്, ഞാൻ മുറിച്ചെടുത്താലോ ഷേട്ടാ. കണ്ടോ നല്ല മത്തങ്ങ വേണ്ട, എന്നിട്ട് നല്ല മത്തങ്ങ നോക്കിയേ ഷേട്ടാ. പപ്പേനൊന്ന് നിവൃത്തം വെക്കാൻ പറ്റും ഷേട്ടാ, നമുക്ക് കട പണിക്കൊക്കെ നോക്കി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എങ്ങനെ പണിയാനാ. ഒരു ഭാഗത്ത് തന്നെ വെട്ടാൻ പോവാ. വേപ്പുമ്മയ്ക്ക് നോക്കി നോക്ക് ഷേട്ടാ, വേപ്പുമ്മത്തെ കട്ടുകൊടുത്തി കണ്ടോ. വേപ്പുമ്മയ്ക്ക് നമ്മുടെ ആ വീടിൻ്റെ അപ്പുറത്തേക്ക് ആ ഗ്രില്ലുമ്മയ്ക്ക് ഒക്കെ കയറിയത് നോക്കി. വേപ്പുമ്മയ്ക്കൊക്കെ മുകളിലേക്ക് പോയി നോക്കി നോക്കിയേ. ഇതേപോലെ അങ്ങനെ നമ്മുടെ ഈ ഗ്രില്ല് പിന്നെ അതേപോലെ കണ്ടോ ഈ സൈഡ് കാട്ടി കൊടുക്കട്ടെ ഷേട്ടാ. ഇതേ നോക്കിയേ കണ്ട ഈ ഒരു സൈഡ് ഈ ഗ്രില്ലൊക്കെ കണ്ട. ഈ ഗ്രില്ലുമ്പോൾ കൂടെ ഞങ്ങൾ കയറി പോയിരിക്കുക. അപ്പൊ ഞങ്ങള് വേഗം തുടങ്ങട്ടെ കേട്ടാ. നോക്കിയേ, അയ്യോ മഞ്ഞപ്പപ്പായ എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്, ഭയങ്കര ഭംഗിയായിരുന്നു. അത് ഇവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. പപ്പ അങ്ങനെ തന്നെ നാശിയായി. കാരണം എല്ലാവർക്കും ഭയങ്കര അല്ലേ, എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അയ്യോ എന്ത് ഭംഗിയാന്ന് പറഞ്ഞിട്ട് പോയി. ഇത് നാളെ
വലുതുണ്ടോ നോക്കണേ, അടിയിൽ നോക്കണം. ഇത് നമ്മുടെ മറ്റേ ഉണ്ട് പപ്പായ സൈഡ് നമുക്ക് നിർത്താൻ പറ്റുമോ നോക്കിയല്ലോ. എന്നിട്ടൊരു വടി വെച്ച് കൊടുക്കാൻ പറ്റുമെന്നല്ലേ. കണ്ടോ, അയ്യോ കായ്ക്ക് കൊഴിഞ്ഞു. ഈ സൈഡ് ഫുള്ള് കൊഴിഞ്ഞു പോയി സൈഡാ. ആ ഇതേ കായ്ക്ക് ഉണ്ട്, നിലത്ത് എടുക്കണോ. വെയിറ്റ് ഉണ്ട്, കണ്ടോ നല്ല ഉണ്ട് പപ്പായ. ദേ ഇവിടെ ഇതിനെ ഏറ്റവും വലുതായോ ആയി തുടങ്ങിയിട്ടുള്ളൂ. കണ്ടോ ഇതൊക്കെ എന്തൊക്കെയാ എന്തിനുണ്ടെന്നൊക്കെയത് എന്താ ഉണ്ട പപ്പായായിരുന്നു. അങ്ങനെ മഴ ഇപ്പം നമുക്ക് എന്തായാലും എന്നൊന്ന് പറയുന്ന പോലെ രാത്രിയിൽ മഴയുണ്ട്. മഴ നല്ല ശക്തിയുള്ള മഴയായിട്ടാ. അതുകൊണ്ടാണ് അറിയാലോ, നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ പെട്ടെന്ന് ഒരു പിടിക്കും, അവിടുത്തെ പറമ്പ് അത്രയും പിടിക്കില്ല. അപ്പൊ ഷായിട്ടേ ഞാൻ അവിടെ തുടങ്ങാം. ഇതിപ്പോ എന്തിട്ട് ചെയ്യണം നമുക്ക്? ഇത് എന്തായാലും ഇതൊക്കെ ചെത്തി ഇതിന്റെ കടക്കിട്ടിട്ട് മൂടാം. അപ്പൊ ഇങ്ങനെ നിർത്താം, ഒരു വടി വെച്ച് കൊടുക്കണ്ടേ അല്ലേ? അല്ല അതങ്ങനെ വെക്കണ്ട, തൽക്കാലം ഇങ്ങനെ നിക്കട്ടെ. വിട്ടോക്കിയേ വിട്ടപ്പോ ഇല്ല, അല്ല പതുക്കെ അങ്ങനെ വെക്കാം. നമുക്കിവിടെ വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യാം. അപ്പൊ തുടങ്ങട്ടെ കേട്ടാ, കാരണം നല്ലൊരു മഴക്കാറ് പോലെ. ഞാൻ ഈ മത്തള് വൃത്തിയാക്കി കഴിയുമ്പോൾ മത്തങ്ങ കിട്ടും. അപ്പൊ ഈ മത്തങ്ങ ഞാനിവിടെ വെക്കാം, കിട്ടണത് അവിടെ വെക്കാം കേട്ടാ. നല്ല ശക്തിയിലാണ് വരുന്നത്. ചെടി മിക്കും. എല്ലായിടത്തേക്കും കയറിയിരിക്കുക അവര്, പാവം. നല്ല വിഷമം ഇട്ടിട്ട് കളയുമ്പോ. ഇതിങ്ങനെയാണ് ചുരുട്ടൂട്ടി നേരെ തെങ്ങിൻ്റെ ഇടയ്ക്കിലേക്ക് ഇടുന്നത്. ആ തെങ്ങിൻ്റെ ഇടയ്ക്ക് രണ്ട് നിറച്ചപ്പോ മൊത്തയാ ഒരു ഭാഗത്തല്ലേ. നമുക്ക് ഒരുമിച്ച് തന്നെ തുടങ്ങിയാൽ മതി അല്ലേ? നമ്മുടെ മഞ്ഞമുളക് നോക്കിയേ, നല്ല ഭംഗിയുള്ള മഞ്ഞമുളക് ആയിരുന്നു ഇവിടെ. ഉണ്ടോ? പെട്ടുപോയതാ. അയ്യോ, മത്തങ്ങയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ല മത്തങ്ങ ലഞ്ചിട്ടേ, പക്ഷെ നല്ല മുളക്. ഇനി പൊടിയൊക്കെ വൃത്തിയാക്കി എടുക്കാം അല്ലേ ചേട്ടത് കഴിഞ്ഞാ. കണ്ടോ നോക്കിയേ മുളകിൻ്റെ ഒരു ഭംഗിയുണ്ടാ. നല്ല രസമായിട്ട് പോണത്. അവിടെ വെട്ടി വെട്ടിട്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിട്ടാണ്. ഒരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കുമ്പോഴേ തോന്നും അവിടെ നിന്ന് വൃത്തിയാക്കാണ്. അതാണ് ഇങ്ങനെയാകുമ്പോ. ഈ വേപ്പുമിക്ക് എത്ര കയറി പോയത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ. അല്ലെങ്കിൽ അത് അപ്പളേ നോക്കിയാ തന്നെ പൊന്തിയില് വേപ്പ് പൊന്തി. കുട്ടിപ്പെട്ടാണെങ്കിൽ ഇരിപ്പ് വേണ്ട, ഞങ്ങൾ പണിയെല്ലാം നോക്കിയിട്ട് മോനെ ബ്ലാക്ക് മോനെ ഇങ്ങോട്ട് ഇരിക്കണേ. എവിടെ നമ്മുടെ കാന്തടിപ്പെണ്ണെ കല്യാണി? എന്തൊക്കെ ചെയ്യണേ ഇവിടെ? ഇതൊക്കെ എന്നാ നമ്മുടെ പണിയുടെ കുഞ്ഞോ. നമ്മുടെ ഈ മത്തി ഉണ്ടല്ലോ, പറമ്പിൻ്റെ ഈ അറ്റം തൊട്ട് ദേ നമ്മൾ നിൽക്കണ ആ ഒരറ്റം വരെയും ആകെ പടർന്ന് പന്തലിച്ച് കിടക്കട്ടെ. നല്ലൊരു ഏരിയനെ ഉണ്ട് കേട്ടാ. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇത് നമ്മളെവിടെ നിൽക്കണേ അവിടെ വരെയും മത്ത ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. കിട്ടിയാ 2 മത്തിങ്ങ അല്ലേ?
ഇനി ഉണ്ടാവും നിന്റെ ഇടയിൽ കിടക്കുന്നുണ്ടാവും. ഇത് കൊണ്ടാക്കിട്ടേട്ടാ. നോക്കിയേ കണ്ടാ. അയ്യോ നോക്കിയേ, അയ്യോ ഇത് കാണുമ്പോൾ വിഷമം തോന്നുക. എക്കിലും ഇങ്ങനെ എല്ലാം കായാവും ചെയ്യേ. കാരണം ഇവിടെ ഒരു മത്തല്ല, മുന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ 2, 3, 4 മത്ത പടരുണ്ട്. അത് നമ്മൾ നട്ടിട്ടുള്ള മത്തിയൊന്നല്ലാട്ടാ. നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മത്ത നമ്മൾ വീട്ടാവശ്യം കഴിഞ്ഞാൽ കുരു ഇങ്ങനെ പറമ്പിലേക്ക് എറിയും, അങ്ങനെ മുളയ്ക്കണതാണ്. അതാണ് ഇത്ര എണ്ണം കൂടുതൽ വരുന്നത്. അങ്ങനെ നമ്മുടെ മത്തയുടെ എന്താ പറയുക, മനസ്സോടെ കളയാന്ന് പറയില്ല, അതേപോലെയായിട്ട് മത്തങ്ങി കളഞ്ഞത്. കാരണം കളഞ്ഞേ പറ്റൂ, അതുകൊണ്ട് മാത്രം കളഞ്ഞതാണ്. ചെറിയൊരു യുദ്ധം കഴിഞ്ഞു. ഇത് ചൊറിച്ചിലാണ്, ഭയങ്കര ചൊറിച്ചിലാട്ടാ. എനിക്ക് ആണെങ്കിലും ഇങ്ങനെ ചൊറിച്ചിൽ വരുമ്പോഴേക്കും പിന്നെ ആകെ തടിക്കും മേലെ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പുതിയ ചക്ക പൊടിഞ്ഞോണ്ട് നോക്കിയേ. നമ്മുടെ ചക്ക കഴിഞ്ഞിട്ടില്ല ഏട്ടാ. നമ്മൾ പറയാറില്ലേ വിയറ്റ്നാമിൽ 3 കൊല്ലത്തിൽ 3 വട്ടം ഉണ്ടാവാന്ന്. അപ്പോൾ എപ്പോഴും ചക്കയുള്ള പോലെയാണ്. ഇതേ ഒരു സ്റ്റെപ്പ് വിയറ്റ്നാമിൽ ഉണ്ടായി കഴിഞ്ഞ് ഇതേ അടുത്ത് ചക്ക പൊടിഞ്ഞു. നമ്മുടെ വലിയ പ്ലാവുമ്പത്തെ ചക്ക ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചക്ക കഴിഞ്ഞോടുകൂടിയിട്ട് ഈ ചക്ക നമുക്ക് വീണ്ടും എന്താ പറയുക വെട്ടണ്ട. അപ്പം അല്ലേ വെട്ടണം വെച്ചാൽ മൂത്തൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ചക്ക എപ്പോഴും ഉണ്ടാവും കേട്ടോ നമുക്ക്. അങ്ങനെ പറമ്പിലത്തെ പണി ഞങ്ങൾ ഇന്നത്തോടെ അവസാനിപ്പിച്ചു. കാരണം ഈ മത്തേമ്മ നിന്നപ്പോൾ ഏതാണ്ടായില്ലേ. ബാക്കിയുള്ള പണികൾ ചെയ്യണ പോലെയല്ല, കളയ്ക്കുക, പുല്ല് വലിക്കുക, അരിഞ്ഞെടുക്കുക ഒക്കെ സുഖം. പക്ഷെ ഇതിങ്ങനെ വലിക്കുക, മറ്റു വലിക്കല്ലേ. അപ്പം നമുക്ക് ഭയങ്കര ചൊറിച്ചില്. പിന്നെ അത് മാത്രല്ല ഏട്ടാ, ഇന്ന് നമുക്കൊരു കല്യാണം കൂടി ഉണ്ട്. ആ കല്യാണത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടാ. കാരണം നമ്മുടെ അമ്മ കല്യാണത്തിന് കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മ ഞങ്ങൾ ഉള്ളൂർ പോയിട്ട് 2 കടയിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കട പാത്രക്കട, പിന്നെ ഒരു കട തുണിക്കട. അപ്പോൾ അവിടെ അപ്പം ഞങ്ങളുടെ പഴയ കട എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഡ്രസ് എടുക്കണ ആ കടയാ. അവിടുത്തെ ഓണറ മോന്റെ കല്യാണമാണ്. അപ്പം എന്നോടും പലരും ചോദിക്കാറില്ലേ, എന്താ പറയുക, ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഡെയിലി വെയർ സ്മിത എവിടെ നിന്നാണ് തുണി എടുക്കണത്, തയ്പ്പിക്കുന്നതാണോ എന്ന്. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് വഴി എടുക്കാറുണ്ടെങ്കിലും കുറേ തയ്പ്പിക്കാനുള്ള മെറ്റീരിയലൊക്കെ എടുക്കുക ഞാൻ ഈ മേച്ചേരിയിൽ നിന്നാണ് എടുക്കുക. മേച്ചേരി സിൽക്സ്, നമ്മുടെ കൊല്ലൂർ തന്നെ അക്കര അടുത്ത സ്ഥലം അല്ല, ഹെൽത്ത് സെൻറ്റർ. ഹെൽത്ത് സെൻറ്ററിൻ്റെ തൊട്ട് തന്നെയാണ് ഈ കടാട്ട മേച്ചേരി സിൽക്സ്. അവിടെ നിന്നാണ് എടുക്കാറ്. അപ്പോൾ അവിടുത്തെ ഓണാട്ടം പോകേണ്ട കല്യാണം ഉണ്ട്. അപ്പോൾ അതും പോകണം. പിന്നെ ഇനി കൂടുതലൊന്നും പറമ്പിൽ കിടന്നൊന്നും ചെയ്യാൻ നിൽക്കണില്ല. ലക്ഷേട്ടാ ഇത് അമ്മയുടെ കുട്ടികൾക്ക് ചിക്കനിൽ വേവിച്ച് തരാം കേട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾക്ക് നമ്മൾ എന്നും ചിക്കനിൽ മത്തങ്ങ വേവിച്ച് കൊടുക്കൂട്ടാ. അമ്മയുടെ കുട്ടികൾക്കുള്ള 2 മത്തങ്ങ നമുക്ക് കിട്ടി നോക്കണേ. അമ്മയുടെ കുട്ടികൾക്കുള്ള തന്നെയാ കേട്ടോ. ഇത് അമ്മയുടെ കുട്ടികൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. അമ്മയ്ക്കൊരു കുഞ്ഞ് കഷ്ണം മതി, ബാക്കിയൊക്കെ അമ്മയുടെ കുട്ടികൾക്ക് വേവിച്ച് തരും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ മേച്ചേരി സിൽക്സിൻ്റെ ഓണർ ജെയ്മി ചേട്ടനാണ്. അപ്പോൾ ജെയ്മി ചേട്ടൻ്റെ മകൻ്റെ കല്യാണത്തിനാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അതേപോലെ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണിച്ചക്കനും പെണ്ണും ജസ്വിൻ അമല എന്നാട്ടോ പേര്. ചേട്ടൻ്റെ അനിയനും വൈഫാണ് കേട്ടോ. എനിക്ക് മുന്നേ പരിചയമുണ്ട് കേട്ടോ. പിന്നെ ഇവരെ അതേപോലെ തന്നെ നമ്മുടെ ജെയ്മി ചേട്ടൻ്റെ കസിൻസാണ്. നമ്മുടെ വീഡിയോ കാണുന്നു കേട്ടോ, അങ്ങനെ പരിചയമാണ്. പിന്നെ നമ്മുടെ കസിൻസിനും അവിടെ വെച്ച് കാണാറായിട്ടോ. അപ്പോൾ ഷായിട്ട് അവരോട് വർത്തമാനം പറയണം. അപ്പോൾ ഒരു കയ്യിലത്തെ പ്ലേറ്റ് എൻ്റെയും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വാവയുടെ പേര് നാംദേവ് കേട്ടോ. പിന്നെ ചേച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം വന്ന് സംസാരിച്ചതാണ് കേട്ടോ. പിന്നെ മേച്ചേരി സിൽക്സിലത്തെ സ്റ്റാഫുകളാണ്. അപ്പോൾ എനിക്ക് ഇവരെ മുന്നേ പരിചയമുണ്ട് കേട്ടോ. പിന്നെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെയ്മി ചേട്ടൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക സംസാരിച്ചതാണ്. അങ്ങനെ ഒത്തിരി സന്തോഷം തോന്നിയിട്ട് ഒത്തിരി പേരെ എനിക്ക് കാണാനും സംസാരിക്കാനൊക്കെ പറ്റി. കുറേ പേരേക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി. പിന്നെ അവിടുത്തെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇറങ്ങണം കേട്ടോ. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളോട്ടാ. അടുത്ത ദിവസം അടുത്ത വീഡിയോ വീണ്ടും കാണാം.